ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെയൊക്കെ തലച്ചോറിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ തന്നെയാണല്ലോ ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മൾ മനുഷ്യരെ കൊണ്ടാണല്ലോ. അപ്പോൾ മനുഷ്യരുടെ തലച്ചോറാണ് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിലൊരുപാട് കപ്പാസിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സ്റ്റോറേജ് ചെയ്ത് വെക്കാനൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ളൊരു തലച്ചോറാണ് നമ്മളുടെ എല്ലാവരുടേത്. പക്ഷെ നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ. നമ്മൾക്ക് അതൊന്നും പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ശ്രമിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളുടെ ഫോണിലായാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തതിന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. അപ്പോഴല്ലേ ആ ഫോണിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ നല്ല ബാറ്ററി ആവാനും ഫോൺ ഹാങ് ആവാണ്ടിരിക്കാനും ഒക്കെ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ തലച്ചോറിൻ്റെ കാര്യവും. നമ്മൾ ഈ തലച്ചോറിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നല്ല പുതിയ അപ്ഡേഷനും പുതിയ കാര്യങ്ങളും പുതിയ ചിന്തകളൊക്കെ നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റി സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും സെർച്ച് ചെയ്യാനും സ്റ്റോറേജ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമ്മളുടെ മെമ്മറി, അതായത് തലച്ചോറിൻ്റെ മെമ്മറി നല്ല പവർഫുള്ളാവാനും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലൊരു കപ്പാസിറ്റി ഉണ്ടാവാനൊക്കെ നമുക്ക് തലച്ചോറിനെ കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നല്ല കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെച്ച് നമ്മളുടെ തലച്ചോറിനെ ഏറ്റവും പവർഫുള്ളാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ തലച്ചോറിൽ നല്ല കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നല്ല കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കാനും നമുക്ക് അത് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കും. അങ്ങനെ ഒരു ഗുണം കൂടി നമുക്കുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററി, അതായത് ഫോണിലെ ബാറ്ററി എങ്ങനെയാണോ ചാർജ് നിൽക്കുന്നത് എന്ന പോലെ തന്നെ നമ്മളെ തലച്ചോറിൽ നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനും ഓർമ്മ കിട്ടാനൊക്കെ നമുക്ക് അതുപോലെ സാധിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ഫോണിൻ്റെ പോലെ തന്നെയാണ് നമ്മളെ തലച്ചോറും. നമ്മൾ ഫോൺ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ഒരു AI ആണ്. അതിലൊരു AI ഉണ്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട്. എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ റോബോട്ടിസം ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ആ AI വെച്ചിട്ട് ഒരു ഫോൺ എങ്ങനെയാണോ നമ്മളെ വിലയിരുത്തുന്നത് എന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ തലച്ചോറും നമ്മളെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോണിൽ ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം നമ്മൾ അടുപ്പിച്ച് ആ ഒരു കാര്യം തന്നെയാണോ സെർച്ച് ചെയ്യുന്നത്, അതുപോലെ തുടർന്ന് നമുക്ക് അതുപോലെ തന്നെ അതായത് AI നമ്മളെ നമ്മളെ തലച്ചോറിനെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾക്ക് ഇന്നൊരു വിഷയത്തിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ കാര്യമാണ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പെട്ടെന്ന് ഇട്ട് തരുന്നത് എന്ന പോലത്തെയാണ് നമ്മളെ തലച്ചോറ്. നമ്മൾ തലച്ചോറിൽ എന്താണോ സേവ് ചെയ്ത് വെക്കുന്നത്, അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തലച്ചോറിന് കൂടുതൽ പവറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നല്ല കാര്യങ്ങൾ ഒരു വശത്ത് സേവ് ചെയ്ത് വെച്ച് നമ്മൾ കൂടുതൽ അതിനെ കപ്പാസിറ്റി ഉള്ളതാക്കി എടുക്കാൻ ശ്രമിക്കണം. അതിന് നല്ലൊരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അത് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മളെ പോലുള്ള മനുഷ്യർ തന്നെയാണ് ഈ റോബോട്ടുകളും കമ്പ്യൂട്ടറുകളും കണ്ടുപിടിച്ചത്. അതെത്ര വികസിപ്പിച്ചതെന്ന് നമുക്ക് അറിയാലോ. ഇപ്പോൾ യന്ത്രങ്ങളെ കൊണ്ടുള്ള ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.